2024 ജൂലൈയിൽ നടന്നിട്ടുള്ള രണ്ടാം വർഷ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയുടെ എക്കണോമിക്സിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീയാണ്. 1 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 14 എഴുതിയാൽ മതി. 14 മാർക്ക് ലഭിക്കും. ഈ 14 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, സിമ്പിളായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. തൊഴിൽ, പലിശ, അതുപോലെ തന്നെ പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത് കെയ്ൻസ് ആണ്. ദെൻ താഴെ കൊടുത്തതിൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് ആഡം സ്മിത്താണ്. ദെൻ പൂർണ്ണ കമ്പോള മത്സരത്തിൽ ഒരു ഉൽപ്പാദക സ്ഥാപനത്തിൻ്റെ എക്സ്ട്രാകാല അടച്ചുപൂട്ടൽ ബിന്ദു P=ABC ആണ്. ദെൻ ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് വിനിമയം ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന വിലയാണ് എക്സ്ചേഞ്ച് റേറ്റ് അഥവാ വിനിമയ നിരക്ക് എന്നുള്ളത്. ദെൻ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. ഡിമാൻഡും സപ്ലൈയും തുല്യമാകുമ്പോൾ ആണ് ഇക്വിലിബ്രിയം, പ്രൈസ് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സന്തുലിതാവസ്ഥ. ഓക്കെ, സന്തുലിതമായിട്ടുള്ള അവസ്ഥ. ദെൻ ഇക്വിലിബ്രിയം, 6ാമത്തെ ഇക്വിലിബ്രിയം. 7ാമത്തെ, ഒരു വസ്തുവിൻ്റെ വിലയും ആ വസ്തുവിൻ്റെ ചോദന അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെ പ്രതിപാദിക്കുന്ന വക്രമാണ്, കർവാണ് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ചോദന വക്രം. ഡിമാൻഡ് കർവ് എന്ന് അല്ലെങ്കിൽ ചോദന വക്രം എന്ന് എഴുതിയാൽ മാർക്കായി. ഓക്കെ, 1 - MPC = NPS എന്ന് എഴുതിയാൽ മാർക്കായി. MPS. ഓക്കെ, ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ജനസംഖ്യ ഈസ് കോൾഡ് പെർ ക്യാപിറ്റ ഇൻകം. PCI എന്ന് എഴുതിയാൽ മാർക്കായി. പെർ ക്യാപിറ്റ, ദേശീയ വരുമാനം ജനസംഖ്യയെ കൊണ്ട് ഹരിച്ചാൽ പെർ ക്യാപിറ്റ ഇൻകം. ശരിയോ തെറ്റോ എന്നുള്ളതാണ്. ഇത് 3ഉം ശരിയാണ്. ദീർഘകാല അളവിൽ എല്ലാ നിവേശങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കറൻസിയുടെ മൂല്യം കുറക്കലും മൂല്യം വർദ്ധിപ്പിക്കലും സ്ഥിര വിനിമയ നിരക്കിലാണ്. തറവിലയുടെ വിപരീത ഫലമാണ് റേഷൻ കടയുടെ മുമ്പിൽ. 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി മാച്ച് ഫോളോവിങ്സ് ആണ്. ഗോതമ്പ് ഇൻ്റർമീഡിയറ്ററി ഗുഡ്സ് ആണ്. ദെൻ ഇതിലറിയുന്നത് ചെയ്തു വെച്ചാൽ M1 ഈസ് CUDD ആണ്. ദെൻ വരുന്നത് TFC + TVC TC ആണ്. TCU ഇത് C ആണ്. ഓക്കെ, ഇതാണ് ആൻസർ. നിങ്ങൾക്ക് എല്ലാവർക്കും 14 മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ മാർക്ക്. താങ്ക് യു.